2004 ഞാൻ ഉമ്മൻചാണ്ടി സാറിൻ്റെ കൂടെ എത്തുന്നതിന് മുമ്പ് ദീപികയിൽ ആണ് വർക്ക് ചെയ്തത്. ദീപിക അന്ന് കമ്പ്യൂട്ടറൈസേഷൻ നടത്തിയ ഒരു പത്രസ്ഥാപനമാണ്. ഇൻ്റർനെറ്റ് ആദ്യമായിട്ട് തുടങ്ങിയ പത്രമാണ്. വെബ്സൈറ്റ് തുടങ്ങിയ പത്രമാണ്. അപ്പം അതിൻ്റെ എല്ലാ അനുഭവ സമ്പത്തുമായിട്ട് അവിടെ സർക്കാർ സർവീസ് ചെന്ന ഞാൻ ഉമ്മൻചാണ്ടി സാറിനൊരു വെബ്സൈറ്റ് തുടങ്ങിയാലോ എന്നാലോചിച്ചു. അപ്പം ഞാൻ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നായതുകൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു കത്ത് കൊടുത്തു. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ചെല്ലുന്ന ഒരു കത്താകുമ്പോൾ അതിൻ്റേതായ ഗൗരവമുണ്ട്. പക്ഷേ പബ്ലിക് റിലേഷൻസ് ഡയറക്ടർ എന്നെ ഒരു ദിവസം വൈകിട്ട് വിളിച്ചിട്ട് നമുക്കൊന്ന് കാണണം. ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഇന്ന് വരെ ഇവിടെ ഒരു വെബ്സൈറ്റ് തുടങ്ങിയിട്ടില്ല, നമുക്ക് അങ്ങനെ ഒരു പ്രിസിഡൻസ് ഇല്ല, അതുകൊണ്ട് അത് തുടങ്ങാൻ പറ്റില്ല, അതിനുള്ള ഫണ്ട് തരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. സർക്കാരിൽ എപ്പോഴും അങ്ങനെയാണ്, പ്രിസിഡൻസ് അവിടെ ഒരു ഒരു മസ്റ്റാണ്. പുതിയതായിട്ടൊരു കാര്യം ചെയ്യുക എന്ന് പറയുന്നത് സർക്കാരിൽ അത്ര എളുപ്പമുള്ള കാര്യവുമല്ല. അപ്പം ഞാനങ്ങനെ വിഷണ്ണനായി, അത് ഏറ്റവും സൗത്ത് ബ്ലോക്കിലാണ്, ഏറ്റവും അങ്ങേയറ്റത്തുനിന്ന്. അപ്പോൾ സൗത്ത് ബ്ലോക്കിൽ നിന്ന് അതിൻ്റെ മേളിൽ കയറി കോറിഡോറിൽ കൂടെ ഇങ്ങനെ ഒരു അല്പം വിഷണ്ണനായിട്ട് ഞങ്ങളുടെ ഓഫീസ് ഇരിക്കുന്ന നോർത്ത് ബ്ലോക്കിലേക്ക് വരുമ്പോഴാണ് വഴിയിൽ വെച്ച് KM എബ്രഹാം സാറിനെ കാണുന്നത്. അപ്പോൾ സാറ് എന്നോട് ചോദിച്ചു, എന്താടോ ആകെ ഒരു മുഖമൊക്കെ മ്ലാനമായിട്ടിരിക്കുന്നത്? ഞാൻ ഒന്നും പറയണ്ട സാറേ എന്ന് പറഞ്ഞിട്ട് ഞാൻ സാറിൻ്റെ മുറി കയറി. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിതുപോലെ ഒരു വെബ്സൈറ്റൊക്കെ തുടങ്ങാൻ പരിപാടി ഇട്ടു, അത് റിജക്റ്റായി, അതിൻ്റെ ഒരു വിഷമം ആണ് എന്ന് പറഞ്ഞു. ഉടനെ സാറിനോട് ചോദിച്ചു, ഇതിന് എത്ര രൂപ ഒക്കെ കോസ്റ്റ് വരുമായിരിക്കും? എനിക്കും വലിയ പിടിയില്ല, എങ്കിലും ഞാൻ പറഞ്ഞു ഒരു 5-10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ തുടങ്ങാൻ പറ്റുമായിരിക്കും. അപ്പം KM എബ്രഹാം സാറ് അന്ന് MGPയുടെ മോഡേണൈസേഷൻ ഓഫ് ഗവൺമെൻറ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു സ്കീമിൻ്റെ തലവനാണ്. അത് ADBയിൽ നിന്നോ മറ്റോ അതിന് സാമ്പത്തിക സഹായം ഉള്ളതാണ്. അപ്പോൾ സാർ എന്നോട് പറഞ്ഞു, 10 ലക്ഷം രൂപ വരെ ഫണ്ട് അനുവദിക്കാൻ എനിക്ക് പവറുണ്ട്, അതൊരു മോഡേണൈസേഷൻ പ്രോഗ്രാം ആയിരിക്കണം എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ഒരു മോഡേണൈസേഷൻ പ്രോഗ്രാമാണല്ലോ, IT ബേസ്ഡ് മോഡേണൈസേഷൻ പ്രോഗ്രാം. അപ്പം ഞാനിങ്ങനെ ഒരു പൂവ് ചോദിച്ചിട്ട് പൂന്തോട്ടം കിട്ടിയ സന്തോഷത്തിൽ അവിടെ നിന്ന് ഇറങ്ങി ഓടി വന്ന് ഒരു റിക്വസ്റ്റ് കൊണ്ടുപോയി കൊടുക്കുന്നു. 1-2 ദിവസത്തിനുള്ളിൽ അത് സാങ്ഷനാകുന്നു, മുഖ്യമന്ത്രിയുടെ അനുവാദം കിട്ടുന്നു, വെബ്സൈറ്റ് തുടങ്ങുന്നു. അങ്ങനെ 2005 ഇന്ത്യയിൽ ആദ്യത്തെ വെബ്സൈറ്റുള്ള മുഖ്യമന്ത്രിയായി ഉമ്മൻചാണ്ടി മാറി. അപ്പം അതിനകത്ത് പിന്നെ നമുക്കധികം കാലം ഭരണം ഇല്ലായിരുന്നല്ലോ. പക്ഷേ അതിന് വലിയ പ്രചാരമൊന്നും കിട്ടിയില്ല, കാരണം അത് കാലത്തിന് മുമ്പേ നടന്ന ഒരു പരിഷ്കാരമായിരുന്നു. പിന്നീട് വന്ന അന്ന് തന്നെ നമ്മൾ ഈ വെബ്സൈറ്റിൽ കൂടിയുള്ള ലൈവ് സംപ്രേഷണമൊക്കെ തുടങ്ങി. അതും യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കപ്പെട്ടുവൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഇടത് മുന്നണി സർക്കാർ വന്നു. അവർ ഈ നമ്മുടെ ഈ വെബ് ക്യാമറയും ഒക്കെ അഴിച്ചുകൊണ്ട് പോയി CDT കൊണ്ടുപോയി വെച്ചിരുന്നു. 2011 വീണ്ടും അധികാരത്തിൽ വന്നപ്പം ഇത് നമ്മളത് നടപ്പാക്കി. അതിൽ കൂടിയാണ് നമ്മുടെ അന്നേരത്തേനും ഇൻ്റർനെറ്റൊക്കെ കേരളത്തിലും പ്രചാരം നേടിയിരുന്നു. മുഖ്യമന്ത്രിയുടെ വെബ്സൈറ്റും അതുപോലെ തന്നെ അതിലൂടെ നടത്തിയ ലൈവ് വെബ്കാസ്റ്റിങ്ങും വളരെ ശ്രദ്ധിക്കപ്പെട്ടു, ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, അത് ഇൻ്റർനാഷണൽ തലത്തിൽ വരെ ശ്രദ്ധിക്കപ്പെട്ടു. ന്യൂയോർക്ക് ടൈംസിൻ്റെ ലേഖകൻ തിരുവനന്തപുരത്ത് വന്ന് ഉമ്മൻചാണ്ടി സാറിനെ ഇൻ്റർവ്യൂ ചെയ്ത് ന്യൂയോർക്ക് ടൈംസ് 1/2 പേജ് സചിത്ര വാർത്തയാണ് അന്ന് അതേക്കുറിച്ച് ചെയ്തത്. അപ്പോൾ അതിനിടയ്ക്ക് രസകരമായ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ഇത് ലൈവ് സംപ്രേഷണമാണല്ലോ, മുഖ്യമന്ത്രിയുടെ ചേംബർ, മുഖ്യമന്ത്രിയുടെ ഓഫീസ്, അതായത് ജീവനക്കാരിരിക്കുന്ന സ്ഥലം, അതാണ് സജീവ സംപ്രേഷണം നടക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ക്യാബിനറ്റ് നടക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ്, മുഖ്യമന്ത്രിയുടെ ചേംബർ ഒഴിഞ്ഞ് കസേരയൊക്കെ ഒഴിഞ്ഞ എല്ലാവരും ഇവിടെ ക്യാബിനറ്റ് നടക്കുകയാണല്ലോ. അപ്പം ഗൾഫിലിരുന്ന് ആരാണ്ട് ഈ ലൈവ് സംപ്രേഷണം നോക്കുമ്പോഴുണ്ടാ
മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഒരാൾ കയറിയിരിക്കുന്നു. അപ്പോൾ അയാളുടനെ നമ്മുടെ അവിടെയുള്ള ഒരു സെക്രട്ടറി, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി MC മാത്യുവിനെ വിളിച്ചു പറഞ്ഞു. MC മാത്യു പോയി നോക്കുമ്പോഴത്തേക്കും ഇതാ കസേരയിൽ ഒരുത്തൻ കയറിയിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ സെക്യൂരിറ്റി വന്നു. അപ്പോഴത്തേനും ക്യാബിനറ്റ് കഴിഞ്ഞിരുന്നു. അപ്പം ബാബുവും KP മോഹനും മന്ത്രിമാർ മുഖ്യമന്ത്രിയോടൊപ്പം വന്ന്, മുഖ്യമന്ത്രി അതിനിടയ്ക്ക് ആൾക്കൂട്ടത്തിൽ അലിഞ്ഞു പോയി. ഇവർ രണ്ടുപേരും മുഖ്യമന്ത്രിയുടെ ചേംബറിലേക്ക് കയറുമ്പോൾ ഇവൻ അവിടെ ഇരിക്കുന്നത് ദൃശ്യം കാണുന്നു. അപ്പോഴത്തേക്കിനും സെക്യൂരിറ്റി എല്ലാം കൂടി ഓടി വന്നു. അപ്പം ബാബു ചോദിക്കുന്നു, താനാരാ? അയാൾ വളരെ നിസ്സംഗനായി പറയുന്നു, ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് അദ്ദേഹത്തിൻ്റെ മറുപടി. എന്തായാലും സെക്യൂരിറ്റി എല്ലാം കൂടെ ഇവനെ പൊക്കിയെടുത്തു. അപ്പോഴത്തേനും മുഖ്യമന്ത്രി വന്നു. പോലീസ് ഇവനെ പിടിച്ചുകൊണ്ട് പോകുമ്പം മുഖ്യമന്ത്രി പറഞ്ഞു, അയാളെ ദ്രോഹിക്കരുത്, അയാൾക്ക് എന്തോ ഒരു പ്രശ്നമുള്ള ആളാണ് എന്ന് പ്രത്യേകം പറഞ്ഞാണ് അയാളെ തൊട്ടടുത്തുള്ള കൻ്റോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ വിളിച്ചു പറഞ്ഞ് അയാളുടെ പേരിൽ കേസൊന്നും എടുക്കാൻ പാടില്ല എന്ന് വിളിച്ചു പറഞ്ഞ് അങ്ങനെ കേസൊന്നും എടുത്തുവൊന്നുമില്ല. അപ്പം അത് ഒരു വലിയ, അതായത് ഒരു വലിയ സെക്യൂരിറ്റി ലാപ്സാണല്ലോ. അതായത് മുഖ്യമന്ത്രി തന്നെ 2 or 3 സുരക്ഷാ സംവിധാനത്തിനകത്താണ്. ഓഫീസിലെ സുരക്ഷാ സംവിധാനം, ഓഫീസിൻ്റെ തൊട്ടുപുറത്ത് സുരക്ഷാ സംവിധാനം, സെക്രട്ടേറിയറ്റിൻ്റെ സുരക്ഷാ സംവിധാനം, ഇതെല്ലാം മറികടന്ന് ഒരാൾ മുഖ്യമന്ത്രിയുടെ കസേരയിൽ കയറിയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഗുരുതരമായ സെക്യൂരിറ്റി ലാപ്സാണ്. യഥാർത്ഥത്തിൽ DGPയുടെ പോലും സ്ഥാനം തെറിക്കാൻ സാധ്യതയുള്ള ഒരു സെക്യൂരിറ്റി ലാപ്സാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴും മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ പിന്നെ പത്രസമ്മേളനമുണ്ട്. ആ പത്രസമ്മേളനത്തിന് മുഖ്യമന്ത്രിയും ഞങ്ങളെല്ലാവരും കൂടെ അവിടെ പോയിരിക്കുകയാണ്. മറ്റേ അന്നത്തെ മന്ത്രിസഭാ തീരുമാനങ്ങളൊക്കെ അവിടെ വിശദീകരിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് പത്രക്കാർ ഈ വിഷയം എടുത്തിട്ടത്. ഇതൊരു വലിയ സെക്യൂരിറ്റി ലാപ്സ് അല്ലേ CM എന്ന് ചോദിക്കുമ്പോൾ സാറതിനെ വളരെ നിസ്സാരമാക്കി അങ്ങ് മാറ്റിവിട്ടു. ഭാഗ്യത്തിന് അങ്ങേര് പ്രധാനമന്ത്രിയാണെന്നാണ് പറഞ്ഞത്. ആ പ്രധാനമന്ത്രിയുടെ പിന്നിൽ നമ്മളൊക്കെ ആരാ എന്ന് പറഞ്ഞപ്പോഴത്തേനും എല്ലാവരും കൂടി അങ്ങ് ചിരിച്ച്, പിന്നെ അതിൻ്റെ ഗൗരവമേ അങ്ങ് ഒരൊറ്റ സംഭാഷണത്തിലൂടെ അങ്ങ് ചോർത്തിക്കളഞ്ഞ് അങ്ങനെ എല്ലാവരെയും രക്ഷപ്പെടുത്തി വിട്ട ഒരു സംവിധാനമാണിത്. മുഖ്യമന്ത്രിയുടെ വെബ്സൈറ്റ് അങ്ങനെ വളരെ ശ്രദ്ധിക്കപ്പെട്ടു. ഈ സംഭവം കൂടെ വന്നതോടുകൂടി ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. അപ്പോൾ ആ വർഷം കേന്ദ്ര ഗവൺമെൻറ്, എല്ലാ വർഷവും കേന്ദ്ര ഗവൺമെൻറ് പിന്നെ ഇന്ത്യയിലെ ഇങ്ങനെയുള്ള വെബ് ഇനിഷ്യേറ്റീവ്സിന് ഒരു അവാർഡ് കൊടുക്കാറുണ്ട്. ആ വർഷത്തെ വെബ് രത്ന പുരസ്കാരം പിന്നെ ഞങ്ങൾക്കാണ് ലഭിച്ചത്. ഞാനും പിന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അസിസ്റ്റൻറ്റ് പ്രൈവറ്റ് സെക്രട്ടറി ജോർജ് ജേക്കബും കൂടെ ഡൽഹിയിൽ പോയി അവിടെ ഒരു മനോഹരമായ ചടങ്ങിൽ വെച്ച് ആ അവാർഡ് ഏറ്റുവാങ്ങുകയും ചെയ്തു. 2004 ഡിസംബർ 20 കേരളത്തെ പിടിച്ചുലച്ച സുനാമി ഉണ്ടാകുന്നത്. മുഖ്യമന്ത്രി അന്ന് കൊച്ചി അവിടെ ഒരു കല്യാണ ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. ഞാനും അന്ന് സ്ഥലത്തില്ല. ഞാൻ അന്ന് അവധി ദിവസം ആയതുകൊണ്ട് പൊന്മുടിയിലാണ്. വിവരമറിഞ്ഞ് ഞാൻ ഉടനെ ഉച്ച കഴിഞ്ഞ് ഞാൻ മറ്റേ ഓഫീസിലേക്ക് പോന്നു. ഉമ്മൻചാണ്ടി സാറ് അവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് നേരെ ഹരിപ്പാട്, ആറാട്ടുപുഴ, ആലപ്പാട് അങ്ങനെയുള്ള ഈ സുനാമി ബാധിത പ്രദേശങ്ങളിൽ കൂടിയെല്ലാം ഇങ്ങനെ വരികയാണ്. അപ്പോഴും സുനാമിയുടെ അതിൻ്റെ ഒരു ആക്രമണം കഴിഞ്ഞോ എന്ന് പോലും അറിയില്ല. എങ്കിൽ പോലും അതിലെല്ലാം പോയി എല്ലാ ആശുപത്രികളിലും തീരപ്രദേശങ്ങളിൽ കൂടി എല്ലാം യാത്ര ചെയ്ത് അവിടെയെല്ലാം നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് പിന്നെ ഇങ്ങോട്ട് പോരി അവിടെ തന്നെ അദ്ദേഹം തമ്പടിച്ച് നിൽക്കുകയാണ്. അവിടുത്തെ സർക്കാർ ആശുപത്രികളിലൊക്കെ ഇങ്ങനെ ശവങ്ങൾ വന്ന് കുമിഞ്ഞു കൂടുന്നതിൻ്റെ ദൃശ്യങ്ങൾ, അങ്ങനെ കേരളം പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഇതിനു മുമ്പ് അങ്ങനെ ഒരു സംഭവം നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ കേട്ടിട്ടില്ല, നമ്മൾ അറിഞ്ഞില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പം അന്ന് ധനകാര്യമന്ത്രി വക്കം പുരുഷോത്തമനെ മുഖ്യമന്ത്രി വിളിക്കുന്നു. തിരുവനന്തപുരത്തെ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യണമെന്ന് പറയുന്നു. അപ്പം അത് കഴിഞ്ഞിട്ടാണ് വക്കത്തിൻ്റെ നേതൃത്വത്തിൽ പെട്ടെന്ന് ഒരു എമർജൻസി മീറ്റിംഗ് കൂടി, ഒരു വാർ റൂം തുറന്ന്
ചടുലമായ പ്രവർത്തനങ്ങൾ നിർദ്ദേശങ്ങളുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഉമ്മൻചാണ്ടി സാറ് ഈ ദുരന്തബാധിത പ്രദേശങ്ങളിൽ കൂടിയെല്ലാം സഞ്ചരിച്ച് പിന്നെ അവിടെയെല്ലാം മേൽനോട്ടം വഹിച്ചാണ് അദ്ദേഹം ഒരു രാത്രി 12 മണിയോടുകൂടിയാണ് സെക്രട്ടേറിയറ്റിലെത്തുന്നത്. സെക്രട്ടേറിയറ്റിൽ വന്ന 12 മണിക്ക് ക്യാബിനറ്റ് യോഗമെന്ന് തീരുമാനിച്ചു. മന്ത്രിമാരെല്ലാം എത്തി, ഉദ്യോഗസ്ഥരെ എല്ലാം പിന്നെ ഞങ്ങളെല്ലാം മാറി മാറി വിളിക്കുന്നുണ്ട്. അപ്പം പലരും ഈ പറഞ്ഞതുപോലെ പാതിരാത്രി ആയതുകൊണ്ട് എണീക്കാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ എണീറ്റവർക്ക് ഉണർന്നിരുന്നവർ തന്നെ ആകെ കുഴപ്പത്തിലാണ്. അപ്പം പലരും പെർഫ്യൂമൊക്കെ അടിച്ചാണ് അന്ന് മന്ത്രിസഭാ യോഗത്തിനെത്തിയത്. എന്തായാലും 1 മണിക്കൂർ നീണ്ട മന്ത്രിസഭാ യോഗം. ആ മന്ത്രിസഭാ യോഗത്തിൽ ഇതിനെ എങ്ങനെ നേരിടണം എന്ന് സംബന്ധിച്ച് വ്യക്തമായ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുന്നു. അതിനുശേഷം പത്രസമ്മേളനം, ഏതാണ്ട് രാത്രി ഒരു 2 മണിയോടുകൂടി പത്രസമ്മേളനത്തിൽ പിന്നെ എല്ലാ ദിവസവും മുഖ്യമന്ത്രി എല്ലാ ദിവസവും രാവിലെ ക്യാബിനറ്റ് യോഗം, അതിനുശേഷം സംഭവസ്ഥല സന്ദർശനം, അത് കഴിഞ്ഞിട്ട് തിരിച്ച് ട്രിവാൻഡ്രത്തെത്തി വീണ്ടും അവലോകനം. ആ രീതിയിലാണ് അന്ന് പിന്നെ ഇതിനെ സുനാമിയെ നേരിടാനുള്ള തയ്യാറെടുപ്പ് നടന്നത്. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. അങ്ങനെ ഒരിക്കൽ സംഭവസ്ഥലം സന്ദർശിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, ആലപ്പുഴ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് കളക്ടർ അവിടെ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് പോലും മനസ്സിലാക്കുന്നത്. ഉടനെ തന്നെ കളക്ടറെ മാറ്റാൻ ഉത്തരവിടുന്നു. അങ്ങനെ ഒരാഴ്ച നീണ്ടു നിന്ന ഒരു കഠിനയജ്ഞം. ആ കഠിനയജ്ഞത്തെ വളരെ കാര്യക്ഷമമായിട്ട് അദ്ദേഹത്തിന് മറികടക്കാനായിട്ട് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ്, എന്തിനെ നേരിടാനുള്ള ഒരു ധൈര്യവും ചങ്കൂറ്റവും, അത് അന്ന് കേരളത്തിന് ദർശിക്കാനായിട്ട് സാധിച്ചു. അതിനിടയ്ക്കാണ് 1-2 വിവാദങ്ങളും ഉണ്ടായത്. ഒരു പീതാംബരൻ മണിയമ്മ എന്നോ മറ്റോ തോന്നുന്നു ആ സ്ത്രീയുടെ പേര്. ആ ദമ്പതികൾക്ക് ദുരിതാശ്വാസ സഹായം കിട്ടിയില്ല എന്നും പറഞ്ഞ് ഒരു പത്രത്തിലൊരു വലിയ വാർത്ത വന്നു. അപ്പോൾ അന്നത്തെ പത്രസമ്മേളനത്തിൽ ആ ചോദ്യം വരുമെന്നറിയാവുന്നതുകൊണ്ട് നമ്മൾ നല്ലപോലെ തയ്യാറെടുത്തൊക്കെയാണ് പോയത്. അപ്പം പക്ഷേങ്കിൽ എത്ര വിശദീകരിച്ചിട്ടും ഒരു പത്രത്തിൻ്റെ പ്രതിനിധിക്ക് അങ്ങ് അടക്കം വരുന്നില്ല. അവസാനം അവിടെ വെച്ചൊരു തീരുമാനമെടുത്തു. ആ പത്രപ്രവർത്തകനെ ഒരു കമ്മീഷനായിട്ട് വെക്കാൻ തീരുമാനിച്ചു. ആ പത്രപ്രവർത്തകനോട് ഇതേക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് അടുത്ത ക്യാബിനറ്റ് യോഗത്തിൽ കൊണ്ടുവരണമെന്നും പറഞ്ഞു. അങ്ങനെയാണ് അന്ന് ആ പത്രപ്രവർത്തകനെ നിശബ്ദനാക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചത്. സുനാമിയുടെ 1 വർഷം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വലിയ എല്ലായിടത്തും ആഘോഷമൊക്കെ നടന്നിരുന്നു. സാർ ഒരു പരിപാടിയിലേ പങ്കെടുത്തുള്ളൂ. എല്ലാം നഷ്ടപ്പെട്ട ഒരു പാവപ്പെട്ട കുട്ടിയുടെ വീട്ടിൽ പോയി അവർക്ക് കേക്കൊക്കെ ആയിട്ടാണ് പോയത്. ആ കുട്ടിയെ സർക്കാർ ദത്തെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നെ വേറൊരു വിവാദം ഉണ്ടായത് ഈ സുനാമി ഫണ്ട് വകമാറ്റി എന്നുള്ളതാണ്. അപ്പം പ്രതിപക്ഷമൊക്കെ അതിനെ നിയമസഭയിലൊക്കെ ശക്തമായിട്ട് ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് ഈ സുനാമി ഫണ്ട് എന്നും പറഞ്ഞൊരു ഫണ്ടില്ല. ഉള്ളതെല്ലാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയാണ്. ആ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കുറേ ഫണ്ട് ഈ MLA-മാർ അവരുടെ വിവിധ സ്കീമുകൾക്ക് അല്ലെങ്കിൽ അവർ ചികിത്സാ സഹായം തേടിയതിന് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിനെയാണ് സുനാമി ഫണ്ട് വകമാറ്റി എന്ന മട്ടിൽ പ്രചരിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു യഥാർത്ഥ വസ്തുത അവതരിപ്പിച്ചുകൊണ്ട് എല്ലാ പത്രങ്ങൾക്കും കത്തെഴുതുകയും മുഖ്യമന്ത്രി തന്നെ പത്രസമ്മേളനം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. 2004 അവസാനമായപ്പോഴാണ് ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രിയാകുന്നത്. അതിന് തൊട്ടു മുമ്പ് നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ UDF-ന് ദയനീയമായ ഒരു പരാജയം ഉണ്ടായപ്പോൾ ഒരു നേതൃമാറ്റത്തെക്കുറിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡ് ചിന്തിക്കുകയും തുടർന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാവുകയുമാണ് ചെയ്തത്. അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ ഹാർഡ്ലി 1.25 വർഷമാണ് ഉണ്ടായിരുന്നത്.
അതിനിടയ്ക്ക് പിന്നെ കുഞ്ഞാലിക്കുട്ടിയുടേതുപോലെയുള്ള വിവാദങ്ങൾ കയറി വന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ അതിനെയെല്ലാം ഒരു പെർഫോമൻസിലൂടെ മറികടക്കാം എന്നുള്ള അദ്ദേഹത്തിൻ്റെ അതിനുള്ള ഒരു സമയം കിട്ടിയില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതിന് അദ്ദേഹം 2004 തന്നെ ജനസമ്പർക്ക പരിപാടി നടത്തിയിരുന്നു. ജനസമ്പർക്ക പരിപാടി എല്ലാ ജില്ലകളിലും പിന്നെ ആയിരക്കണക്കിന് ആൾക്കാരെ കണ്ട് അവരുടെ പരിവേദനങ്ങൾ, നിവേദനങ്ങൾ, സങ്കടങ്ങൾ, ബുദ്ധിമുട്ടുകളിലൊക്കെ പരിഹരിക്കുന്ന ഒരു വലിയ യജ്ഞമാണ്. പക്ഷേ അത് പിന്നീട് 2011 നടത്തിയതുപോലെ അത്ര വിശാലമായിരുന്നില്ല, അത്രയും വലിയ പബ്ലിസിറ്റിയും കിട്ടിയിരുന്നില്ല. അതോടൊപ്പം തന്നെ ഈ വികസനവും ക്ഷേമവും എന്നുള്ളതിൽ വികസന ആസ്പെക്റ്റിലേക്ക് വരുമ്പോൾ സ്മാർട്ട് സിറ്റിയാണ് അദ്ദേഹം സ്വപ്നം കണ്ട ഒരു പദ്ധതി. ആ ദുബായ് അവർ പിന്നെ കൊച്ചിയിൽ സ്മാർട്ട് സിറ്റി പദ്ധതി കൊണ്ടുവരാനായിട്ട് പദ്ധതി ആവിഷ്കരിച്ചു. അതിനൊരു മുൻകൈ എടുത്തത് അന്നത്തെ വ്യവസായ മന്ത്രിയായിരുന്ന PK കുഞ്ഞാലിക്കുട്ടിയാണ്. അദ്ദേഹം രാജിവെച്ചതോടുകൂടി ഉമ്മൻചാണ്ടി സാർ IT വകുപ്പ് ഏറ്റെടുത്തു. പിന്നെ അദ്ദേഹമാണ് ഈ സ്മാർട്ട് സിറ്റിക്ക് വേണ്ടിയിട്ട് പോരാടിയത്. യഥാർത്ഥത്തിൽ സ്മാർട്ട് സിറ്റിക്ക് വേണ്ടിയിട്ട് പോരാടിയതുപോലെയുള്ള ഒരു പദ്ധതി കേരളത്തിൽ ഇതിന് മുമ്പോ പിമ്പോ ഉണ്ടായിട്ടില്ല. അപ്പോൾ സ്മാർട്ട് സിറ്റി പദ്ധതി സാക്ഷാത്കരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോകാം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ എന്നെനിക്ക് തോന്നുന്നു. അതിനു വേണ്ടിയിട്ട് ഒരുപാട് യുദ്ധം തന്നെ നടത്തേണ്ടി വന്നു. എല്ലാ ദിവസവും പ്രസ്താവനകൾ, എല്ലാ ദിവസവും ലേഖനങ്ങൾ, എല്ലാ ദിവസവും ഇൻ്റർവ്യൂ. രാഷ്ട്രീയമായും അതുപോലെ തന്നെ മീഡിയയിലും ഇത്രയും വലിയ പോരാട്ടം നടത്തിയ ഒരു പദ്ധതി ഉണ്ടായിരുന്നില്ല. നമുക്ക് അന്ന് ഈ സ്മാർട്ട് സിറ്റിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ദിവസവും അതിന് വേണ്ടിയിട്ട് പത്രക്കുറിപ്പ് ഇറക്കുക, അങ്ങനെയൊക്കെയുള്ള വളരെ കഠിനാധ്വാനം ചെയ്ത ദിവസങ്ങളായിരുന്നു അത്. പക്ഷെങ്കിൽ കൊച്ചിയിലെ ഇൻഫോ പാർക്ക് ഉൾപ്പെടെ സ്മാർട്ട് സിറ്റി പദ്ധതി നടപ്പാക്കാനായിരുന്നു അന്നത്തെ UDF സർക്കാരിൻ്റെ ഒരു തീരുമാനം. അതിനെതിരെയാണ് പ്രതിപക്ഷം അന്ന് അതിശക്തമായിട്ട് രംഗത്ത് വന്നത്. എന്ന് മാത്രമല്ല, അതിനെതിരെ പ്രചണ്ഡമായ ആരോപണങ്ങളുണ്ടായിരുന്നു. അതായത് ദുബായ് കമ്പനിയുമായിട്ട് നമ്മളിവിടെ ഒരു പദ്ധതി ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടത്തേക്ക് സ്വർണ്ണക്കടത്ത് വർദ്ധിക്കും, അതുപോലെ തന്നെ ഭീകരവാദികൾ, തീവ്രവാദികളൊക്കെ കടന്നു വരാനുള്ള പഴുതുരുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് ബാലിശമായ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ അന്ന് ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഇത് നിയമ പോരാട്ടത്തിലേക്കും പോയി. ഹൈക്കോടതിയിൽ ഇതിനെതിരെ ഹർജി വന്നു. പക്ഷേ ഹൈക്കോടതി ഗവൺമെൻറ്റിന് ഉത്തമ വിശ്വാസമുണ്ടെങ്കിൽ ഇതുമായിട്ട് മുന്നോട്ട് പോകാം എന്നാണ് പറഞ്ഞത്. പക്ഷെങ്കിൽ അപ്പോഴത്തേക്കും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നു. ഉമ്മൻചാണ്ടി സാറിന് വേണമെങ്കിൽ കരാറ് ഒപ്പിടാം, കാരണം വേറെ പ്രതിപക്ഷത്തിൻ്റെ എതിർപ്പ് ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായ മറ്റൊരു പ്രശ്നങ്ങളുമില്ല. ഹൈക്കോടതി അതിന് പച്ചക്കൊടി വീശുകയും ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹം ജനാധിപത്യ മര്യാദ ഉൾക്കൊണ്ട് ഇനി അത് വരുന്ന ഗവൺമെൻറ് തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം അതിൽ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്തത്. പിന്നീട് വന്ന അപ്പോൾ 2006 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പിന്നെ ഏറ്റവും പ്രധാനമായി ഉയർത്തിക്കാട്ടാൻ ആഗ്രഹിച്ച ആ പദ്ധതി നടപ്പായതുമില്ല. അതുകൊണ്ടൊക്കെ തന്നെ പിന്നെ 2006 തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പം പിന്നെ അതിനിടയ്ക്ക് കോൺഗ്രസ്സിൽ പിളർപ്പുണ്ടായി. അത് കോൺഗ്രസ്സിനെ കുറച്ചുകൂടെ ആക്കിയിരുന്നു. അവസാന നിമിഷം ഒരു പാച്ചപ്പുണ്ടായെങ്കിലും അതൊന്നും ജനത്തിന് സ്വീകാര്യമായിരുന്നില്ല. അപ്പോൾ അതിനുശേഷം ഈ സ്മാർട്ട് സിറ്റി പദ്ധതി പിന്നീട് വന്ന VS അച്യുതാനന്ദൻ സർക്കാർ ഇൻഫോ പാർക്കിനെ ഒഴിവാക്കിക്കൊണ്ടാണ് നടപ്പാക്കിയത്. അപ്പോൾ അതിനുശേഷം 2011 വീണ്ടും ഉമ്മൻചാണ്ടി സർക്കാർ വന്നു. സ്മാർട്ട് സിറ്റി പദ്ധതി അപ്പോഴും അധികം മുന്നോട്ട് പോയിട്ടില്ല. 2016 ആയപ്പോഴത്തേക്കും പിന്നെ അതിൻ്റെ ഒന്നാം ഘട്ടം ഉദ്ഘാടനം ചെയ്തു. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ 2004 5 പിന്നെ ആ ഒരു അന്തരീക്ഷമല്ല പിന്നീട് IT രംഗത്ത് ഉണ്ടായത്. ദുബായ് സർക്കാരിന് തന്നെ
ഇതിനെക്കുറിച്ച് മനംമാറ്റമുണ്ടായി. അവരിത്തരം പദ്ധതികൾ അധികം പുറത്ത് നടപ്പാക്കണ്ട എന്ന് തീരുമാനിച്ചു. അങ്ങനെ ആ പദ്ധതിയുടെ എല്ലാ അതിനുണ്ടായിരുന്ന ഒരു ഊർജവും ശക്തിയും എല്ലാം പിന്നീട് അങ്ങ് ചോർന്നു പോകുന്നതാണ് കണ്ടത്. UDF ഗവൺമെൻറ്റിനും അത് പിന്നീട് അത് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റിയില്ല. അതേസമയം 2005-06 ഇൻഫോ പാർക്ക് ഉൾപ്പെടെ അന്നത് നടപ്പാക്കിയിരുന്നെങ്കിൽ ആ സ്മാർട്ട് സിറ്റി പദ്ധതി മറ്റു വൻകിട പദ്ധതികൾ നടപ്പാക്കിയതുപോലെ കേരളത്തിൽ നടപ്പാക്കാൻ സാധിക്കുമായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ഇൻഫോ പാർക്ക് വിട്ടുകൊടുക്കുന്നതിനോട് വിയോജിപ്പുള്ളവരുണ്ടാകാം. പക്ഷെങ്കിൽ ഒരു വലിയ ഒരു ലക്ഷ്യത്തിലേക്കെത്താൻ അത്തരം ചില ത്യാഗങ്ങൾ ചിലപ്പോൾ അനിവാര്യമായിരിക്കാം. എന്തായാലും അതിനുശേഷം 2006 തെരഞ്ഞെടുപ്പിൽ തോക്കുന്നു. 2011 വീണ്ടും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു. അതും പിന്നെ അധികം മുന്നോട്ട് പോയില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആ സ്മാർട്ട് സിറ്റി പദ്ധതി തന്നെ അകാല ചരമം അടയുകയാണ് ചെയ്തത്. കേരളത്തിൽ എത്രയോ സ്മാരകശിലകളാണ്, ഇങ്ങനെ വികസന പദ്ധതികളുടെ സ്മാരകശിലകളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉയർന്നു നിൽക്കുന്നത്. ഒരു സ്മാരകശിലകളുടെ ഒരു ശവപ്പറമ്പാണ് കേരളം. അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഒടുവിൽ സ്മാർട്ട് സിറ്റിയും സ്ഥാനം പിടിച്ചു എന്നതൊരു വാസ്തവമാണ്. മുഖ്യമന്ത്രി ഉടനെ യോഗം വിളിച്ചു. ആ യോഗത്തിൽ വച്ചാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നത് കഞ്ചാവ് വേട്ടയ്ക്ക് പോകാൻ എല്ലാവരും റെഡിയായിക്കൂ. ഉദ്യോഗസ്ഥർ മാത്രമല്ല, മുഖ്യമന്ത്രിയും തിരുവഞ്ചൂർ ഉൾപ്പെടെയുള്ള മന്ത്രിമാരും അതിനകത്തുണ്ടാകുമെന്ന്. അന്ന് അദ്ദേഹം വനംവകുപ്പ് മന്ത്രിയാണ്. അതെന്ത് ഉദ്യോഗസ്ഥരെയൊക്കെ ആകെ വിറപ്പിച്ച് കളഞ്ഞു.